ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം. പട്ടയമേളയിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. മണലൂർ നിയോജകമണ്ഡലം പട്ടയമേളയിൽ ക്ഷണിച്ചുവരുത്തി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് UDF പ്രതിനിധികൾ ഇറങ്ങിപ്പോയത്. കോൺഗ്രസ് പ്രതിനിധി KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പ്രതിനിധി AM സനൌഫൽ എന്നിവരാണ് പരിപാടി ബഹിഷ്കരിച്ചത്. നിശ്ചയിച്ചിരുന്ന 2 മണിക്ക് തന്നെ വാടാനപ്പള്ളി EMS ഹാളിൽ എത്തിയിരുന്നെങ്കിലും 3:30 ആരംഭിച്ച പരിപാടിയിൽ ഇടതുപക്ഷത്തിനും BJPക്കും മാത്രമേ ഇരിപ്പിടം നൽകിയുള്ളൂ. BJPയെ പ്രീതിപ്പെടുത്താനാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ UDFനെ പരിപാടിയിൽ ഇരിപ്പിടം നൽകാതെ മാറ്റി നിർത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ സർക്കാർ പരിപാടികൾക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നാണ് ചട്ടം. രേഖകൾ ഇല്ലാതിരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതിനെ UDF സ്വാഗതം ചെയ്തു. കാണഭൂമി ജന്മമാക്കാൻ അപേക്ഷിച്ചിരുന്ന 100ഓളം കുടുംബങ്ങളെ കൂടി ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് അധികൃതർ ചെയ്തതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. DCC സെക്രട്ടറി CM നൌഷാദ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി VM മുഹമ്മദ് സമ്മാൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും പ്രതിനിധികൾക്ക് മാത്രമാണ് വേദിയിൽ ഇരിപ്പിടം നൽകിയത്. സർക്കാർ പരിപാടികൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ വിളിക്കേണ്ടതില്ല എന്നാണ് ചട്ടം. അതനുസരിച്ചാണ് നേരത്തെ നടന്ന രജിസ്ട്രാർ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് BJP പ്രതിനിധിയെ ക്ഷണിക്കാതിരുന്നത്. ഇപ്പോൾ ഈ പരിപാടിയിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ UDF പ്രതിനിധികളെ വിളിച്ചു വരുത്തി അപമാനിച്ചത് BJPയെ പ്രീതിപ്പെടുത്താനാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ഏത് ചട്ടം മറികടന്നിട്ടാണ്, ഭേദഗതി ചെയ്തിട്ടാണ് രജിസ്ട്രാർ ഓഫീസ് പരിപാടിക്ക് വിളിക്കാതിരുന്ന BJPയെ ഈ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തി വേദിയിലിരുത്തിയത് എന്ന് അധികൃതർ വ്യക്തമാക്കണം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഈ പരിപാടി നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട തഹസിൽദാർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. നാളുകളിൽ വാടാനപ്പള്ളിയിൽ ആരംഭം കുറിക്കുന്ന BJP CPM ധാരയുടെ തുടക്കമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ഈ പരിപാടി പുറത്തു വച്ച് വലിയ പന്തലിട്ട് സ്റ്റേജ് അടിച്ച് നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത പരിപാടിക്ക് ആവശ്യമായ പന്തലും സൗകര്യമൊരുക്കിയെങ്കിൽ ആൾ കുറയും എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് ഒരു സുപ്രഭാതത്തിൽ 100 താഴെ ആളുകൾ മാത്രം ഇരിക്കാൻ കഴിയുന്ന വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിലേക്ക് ഈ പരിപാടി മാറ്റി ഒരു മന്ത്രിയുടെ പരിപാടി, ഒരു പാർട്ടി പരിപാടിയാക്കി, ഏറ്റവും ചുരുങ്ങിയ പരിപാടിയാക്കി മാറ്റിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. +1 +2 ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ്, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ NEET, JEE എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഇനി ഒട്ടും പേടിക്കണ്ട. മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട്. അബ്രോഡ് സ്റ്റഡീസിനായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ. We provide excellent library, expert faculties, regular exams, online, offline and hybrid classes with well-furnished digital AC classroom. നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ, ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം.